നമസ്കാരം. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പിൽ കള്ളവോട്ടുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ PB അബ്ദുൾ റസാഖ് അതിൽ കള്ളവോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിജയിച്ചതെന്ന് ആരോപിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയിലുള്ള കേസ് ഏകദേശം ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും അത് ഇല്ലാതാകും, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിധി കടന്നു വരുന്നതോടുകൂടി ആ കേസ് ഒന്നുമല്ലാതെയായി പോകും എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം വ്യക്തമാണ്, അതായത് 291 കള്ള വോട്ടുകൾ നടന്നിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ തനിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഹൈക്കോടതിയോട് ആദ്യഘട്ടത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ 32-ലധികം സിറ്റിംഗുകൾ നടന്നിട്ടും അതിൽ ഒരു പ്രാവശ്യം പോലും തെളിവുകൾ നൽകാൻ ഒരാളെ പോലും കോടതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കെ സുരേന്ദ്രന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ കേസ് മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പ്, അതായത് PB അബ്ദുൾ റസാഖിന്റെ മരണത്തെ തുടർന്ന് മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒരുക്കങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുമ്പോൾ ഈ കേസ് ഒന്നുമല്ല, ഈ കേസ് ഇനി മുന്നോട്ട് പോയാൽ തന്നെ ഒന്നുമാവില്ല എന്ന ഒരു ലക്ഷ്യങ്ങൾ തന്നെയാണ് കേസിനെ കുറിച്ചിട്ട് വിശദമായി അന്വേഷിച്ചപ്പോൾ ഇതിന്റെ നിയമോപദേശകർ പബ്ലിക് കേരളയ്ക്ക് നൽകിയിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇതിപ്പോൾ അബ്ദുൾ റസാഖിന്റെ മകൻ ഈ കേസിലോട്ട് ഇപ്പോൾ നിലവിൽ കക്ഷി ചേർന്നു. അതുകൊണ്ട് തന്നെ ഇനി അടുത്തത് 19-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. തുടർന്ന് ആർഗ്യുമെന്റ് ഈ കേസിൽ നടക്കും. ഏകദേശം ഒരു 5-6 പ്രാവശ്യം ഈ ആർഗ്യുമെന്റ് കടന്നു പോവുകയും എന്നാൽ ഇതിലോട്ട് തെളിവുകൾ ഹാജരാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും കെ സുരേന്ദ്രന്റെ ഭാഗത്തില്ലാത്തത് കൊണ്ട് തന്നെ തെളിവുകൾ കോടതി ഏറ്റവും കൂടുതലധികം ചോദിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വാക്കാലോ അല്ലെങ്കിൽ മറ്റുള്ള രീതികളിലോ ഒരു കാര്യവും ഹൈക്കോടതിയെ സംബന്ധിച്ചിട്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ രേഖാമൂലമോ അല്ലെങ്കിൽ ഈ കള്ളവോട്ട് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരാളെയോ കോടതിയിൽ ഹാജരാക്കാൻ പറ്റാത്തിടത്തോളം ഈ കേസിന് വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ഈ കേസ് തുടർന്നു പോകുന്നതിന് അതിന് തടസ്സം സംഭവിക്കുക തന്നെ ചെയ്യും. അത് മുൻകൂട്ടി കണ്ട് തന്നെ നിയമോപദേശകർ പബ്ലിക് കേരളയോട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ആ ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ, മാർച്ചിന് മുൻപായിട്ട് ഈ കേസിൽ ഹൈക്കോടതി ഒരു വിധി പറയുകയും തുടർന്ന് ലോകസഭാ തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പും ഒന്നിച്ചുണ്ടാകുമെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് പബ്ലിക് കേരളയ്ക്ക് ലഭിക്കുന്നുള്ളത്. അപ്പോൾ കെ സുരേന്ദ്രന് അവിടെ വിജയിച്ചു, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ ഒരു വാശി പോലെയാണ് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും ഈ കേസിൽ വിജയിക്കില്ല എന്ന നിയമോപദേശങ്ങളാണ് നിലവിൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. ഒപ്പം മറ്റുള്ള നിയമവിദഗ്ധരുടെയും കണക്കുകൂട്ടലുകൾ കെ സുരേന്ദ്രൻ ഈ കേസിൽ പരാജയപ്പെടും എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.